നമസ്കാരം. ആരോഗ്യമേഖലയെപ്പറ്റി ഒരക്ഷരം സംസാരിച്ചു പോകരുത്. ശ്വാസമുട്ടും തളർച്ചയും വിറയലുമൊക്കെ കഴിഞ്ഞ് വീണ ജോർജ് വീണ്ടും രംഗത്തിറങ്ങിയിട്ടുണ്ട്. കൃത്യസമയം നോക്കി കപ്പിത്താൻ രക്ഷപ്പെട്ടു. ഇനി ആകെയുള്ള വഴി വള്ളം മുങ്ങിയ സ്ഥിതിക്ക് വെള്ളം കുടിച്ച് ചാവേണ്ട എങ്കിൽ കൈയും കാലും ഒക്കെ വെച്ച് ആഞ്ഞു തുഴയുക തന്നെ എന്ന് തീരുമാനിച്ചാണ് വീണ ജോർജിന്റെ മടങ്ങിവരവ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ മാന്തിപ്പൊളിച്ചു എന്ന് പറഞ്ഞാൽ മതി. സംസ്ഥാനത്ത് ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായ മേഖലയാണ് ആരോഗ്യ മേഖലയെന്നാണ് തിരിച്ചുവരവിൽ വീണ ജോർജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരോഗ്യ മേഖലയിലെ മാറ്റങ്ങളെപ്പറ്റി ജനങ്ങൾ തന്നെ സംസാരിച്ചു തുടങ്ങിയെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ അഭിപ്രായം ജനങ്ങൾ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുമാണ് വീണയുടെ പക്ഷം. പക്ഷേ ഈ സമൂഹ മാധ്യമ പോസ്റ്റുകളുടെ കമന്റുകളൊന്ന് ഉറക്കെ വായിക്കാനുള്ള ധൈര്യം വീണ ജോർജ് കാണിക്കാമോ എന്നാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. അതോ ഇനി ആരേലും വീണ്ടും തളർച്ചയും ക്ഷീണവും ഉണ്ടാകേണ്ട എന്നു കരുതി വീണയ്ക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വീണയ്ക്കുള്ള പൂച്ചെണ്ടുകളാണെന്ന് പറഞ്ഞ് പറ്റിച്ചോ എന്നും അറിയില്ല. ആരോഗ്യമേഖലയിൽ അഭൂതപൂർവമായ വളർച്ച എന്ന വാക്കിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ വസ്തുതാവിരുദ്ധമായ രീതിയിൽ ബോധപൂർവമായി ആരോഗ്യമേഖലയെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് എന്നും അതിന് പൊതുജനവും പ്രതിപക്ഷവുമാണ് കാരണവുമെന്നുമാണ് വീണ ജോർജിന്റെ പ്രഖ്യാപനം. ഇതിന് നേതൃത്വം നൽകുന്നത് പ്രതിപക്ഷമാണ് എന്നും വീണ ജോർജ് വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ തയ്യാറാവണമെന്നും തുറന്ന സംവാദത്തിലേക്ക് കടക്കണമെന്നും വീണ ജോർജ് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ കെട്ടിടം വീണുണ്ടായ മരണത്തിൽ പ്രതികരിക്കവെയായിരുന്നു വീണ ജോർജിന്റെ ഈ പ്രതികരണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയതായിരുന്നു ബിന്ദു. രാവിലെ കുളിക്കുന്നതിനായി അപകടം നടന്ന കെട്ടിടത്തിലെ ശുചിമുറിയിലെത്തിയതായിരുന്നു. ഇതിനിടെയാണ് അപകടം നടന്നത്. അമ്മയെ കാണാതായതോടെ മകൾ നവമി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ പ്രതികരണമുണ്ടായില്ല. ഇതിനിടെ ബിന്ദുവിനെ അന്വേഷിക്കുകയായിരുന്നു ഭർത്താവ് വിശ്രുതനും. അപകടം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി വാസവൻ സ്ഥലത്തെത്തി. ഇതിന് പിന്നാലെ മന്ത്രി വീണ ജോർജും അപകട സ്ഥലത്തെത്തി. ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നായിരുന്നു മന്ത്രി വീണ ജോർജ് ആദ്യഘട്ടത്തിൽ നൽകിയ പ്രതികരണം. മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശമനുസരിച്ച് JCB എത്തി നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇതിനു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി വീണ ജോർജ് ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു വിവിധയിടങ്ങളിൽ അരങ്ങേറിയത്. എന്നാൽ ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നത് മുതൽ ഒളിച്ചിരുന്ന വീണ ജോർജാണ് ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. ആരോഗ്യരംഗം തകർന്നു തരിപ്പണമായി എന്ന് ഇപ്പോഴും സമ്മതിക്കാൻ വീണ ജോർജിന് വല്ലാത്ത വൈമുഖ്യം തന്നെയാണ്. പക്ഷേ ആരിനി ആരോഗ്യ മേഖലയെ പറ്റി ഒരക്ഷരം പറഞ്ഞാലും അരയും തലയും മുറുക്കി പ്രതികരിക്കാൻ തന്നെയാണ് വീണയുടെ തീരുമാനം. ആരൊക്കെ എന്തൊക്കെ വീരവാദം പറഞ്ഞാലും തമ്മിൽ തല്ലിയാലും നാടിന്റെയും അതുവഴി പൊതുജനങ്ങളുടെയും വികസനത്തിനും ഉന്നമനത്തിനുമാണ് വോട്ടു തന്ന് ജയിപ്പിച്ചതെന്ന് ഓർത്താൽ നന്ന്.